CMRL കേസിൽ വീണയ്ക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ പൊതുവായി വന്നൊരു വികാരം എന്ന് പറയുന്നത്, അന്വേഷണ ഏജൻസി പാലക്കാടൻ ചുരം കടക്കുമ്പോഴേക്കും അവർക്ക് എന്തോ വലിയ ഒരു സാങ്ക്ടിറ്റി, നിയമപരമായിട്ടുള്ളൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ധാർമ്മികതയുണ്ട് എന്നുള്ള ധാരണ പാടില്ല. അത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അടിവരയിട്ട് പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കേരളം മുതൽ കാശ്മീർ വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തിന് ഒരു സമീപനമായിരിക്കണം. ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ അത് മാറാൻ പാടില്ല എന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഓർമ്മിപ്പിച്ചത് മറ്റാരുമല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അഖിലേഷ് യാദവാണ്. അതവർ മനസ്സിൽ വെക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണയടക്കം 9 പേർക്ക് ഇപ്പോൾ ED സമൻസ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ? നിയമത്തിൻ്റെ വഴിക്ക് വരട്ടെ എന്ന്. വീണയ്ക്ക് പറയാനുള്ളത് വീണ നേരത്തെ തന്നെ SFIക്കൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലേ പത്രവാർത്തയിൽ വന്നത്. പക്ഷേ എന്നെ അലോസരപ്പെടുത്തുന്നത് അതല്ല. ഇപ്പം വീണയുടെ വിഷയം, അതിൽ വീണയുടെ കമ്പനിക്ക് കരാർ കൊടുത്തു. ആ കരാറ് സുതാര്യമായ കരാറാണോ, അതനുസരിച്ചുള്ള സേവനങ്ങൾ വീണ കൊടുത്തിട്ടുണ്ടോ, അതിലൊരു തട്ടിപ്പുണ്ടോ, ഇതൊക്കെ ഒരു തർക്ക വിഷയമാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ആ ട്രാൻസാക്ഷൻസ് എല്ലാം നടന്നിട്ടുള്ളത് ബാങ്കിലൂടെയാണ്. നിയമാനുസൃതമായിട്ട് കൊടുക്കേണ്ട നികുതികളെല്ലാം വീണ കൊടുത്തു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് ക്രിമിനൽ കുറ്റമുള്ള കേസുകൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈ മന്ത്രിസഭയിലെ 2 പേര് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ 15-20 ലക്ഷം രൂപ ഈ CMRൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചു. സ്ഥിരീകരിക്കാത്ത വലിയ ആൾക്കാരും പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ അവരെക്കുറിച്ച് പറയുന്നുള്ളൂ. PV ആണോ? അല്ല, സ്ഥിരീകരിക്കാത്ത ഈ ഗവൺമെൻറ്റിലെ ആൾക്കാരാണ്. PV എന്നുള്ളത് താനല്ല എന്നുള്ള പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞു. ഞാൻ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഈ സർക്കാരിലെ 2 മന്ത്രിമാർ അവർ പണം വാങ്ങി എന്ന് പറയുന്നുമുണ്ട്. അവിടെ 3 നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന് 80 GGB ഇൻകം ടാക്സ് 80 GG പ്രകാരം ഒരു കമ്പനി എങ്ങനെയാണ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത് അത് സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, കമ്പനീസ് ആക്ടിൻ്റെ 182ാമത്തെ പ്രൊവിഷൻ, ഏതൊക്കെ കമ്പനിക്ക് രാഷ്ട്രീയ സംഭാവന കൊടുക്കാം, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഒരു സർക്കാർ കമ്പനി കൊടുക്കാൻ പറ്റില്ല, നഷ്ടം വരുത്തുന്ന കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഡയറക്ടർ ബോർഡിൻ്റെ അനുമതി വേണം, രാഷ്ട്രീയ കോൺട്രിബ്യൂഷൻ വേണമെങ്കിൽ. ഇത് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം RP ആക്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1953, അതിൻ്റെ പ്രൊവിഷൻ 29C പ്രകാരം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. 2000 രൂപയ്ക്ക് മേൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയ സംഭാവന കൈപ്പറ്റുന്നുണ്ടെങ്കിൽ, അത് കമ്പനിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും, 24C പ്രകാരം നിങ്ങൾ ആ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്യണമെന്ന് RP ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊറ്റ ചോദ്യമുള്ളൂ, തങ്ങൾ കൈപ്പറ്റിയെന്നും അങ്ങനെ കൈപ്പറ്റുന്നത് സ്വാഭാവികമാണെന്നും പറയുന്ന ഇവർ ഇങ്ങനെ കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ? 24C പ്രകാരം തങ്ങൾക്ക് ഇത്രയും രാഷ്ട്രീയ സംഭാവന കിട്ടിയെന്ന് ഒരു ഫോറത്തിൽ അവർ ഇലക്ഷൻ കമ്മീഷന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതും കൂടി ഈ EDയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണ പരിധിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിൽ പൂർണ്ണതയുള്ളൂ. ഈ നിയമലംഘനങ്ങൾ നോക്കുമ്പോൾ വീണയുടെ കേസുമായി ബന്ധപ്പെട്ട തർക്കം എത്രയോ ചെറിയൊരു സംഭവമാണെന്ന് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.